അഖിൽ മാരാർ ഡോക്ടർ റോബിൻ റിയാക്ഷൻ വീഡിയോ പ്ലീസ്. ഡോക്ടർ റോബിൻ തോറ്റു. റിയാക്ഷൻ വീഡിയോ ചെയ്യാവോ ബ്രോ? ഇതുപോലെ കുറേ ഇലക്ഷൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാവോന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു മെസ്സേജ് എന്നെ തളർത്തി കളഞ്ഞത്. ഈ ഒരു മെസ്സേജ്, ചേട്ടാ ഞാൻ BJP അനുഭാവി ആണ്. അനുഭാവി മനസ്സിലായി, അനുഭാവിയാന്ന് മനസ്സിലായി. നമ്മുടെ പാർട്ടി തോറ്റതിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നടത്തുമോ? യെസ്, ഐ ആം റെഡി. എയർ കേരള. ഈ ആഴ്ച ആരൊക്കെയാണ് എയറിൽ കയറിയെന്ന് നമുക്ക് നോക്കാം. കുണ്ടറയിൽ മത്സരം കടുപ്പിക്കാൻ BJP ഇത്തവണ കളത്തിലിറക്കിയത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ റോബിൻ രാധാകൃഷ്ണനെയാണ്. ആദ്യം നമുക്ക് സ്ഥാനാർത്ഥിൻ്റെ അല്ല നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തൊക്കെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഞാൻ അധികാരത്തിൽ വന്നാൽ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. സോ അതാണ് നമ്മൾ കണ്ടത്. നമ്മളിവിടെ സ്ഥാനാർത്ഥിയല്ല, അവരുടെ വാഗ്ദാനങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് ഡോക്ടർ റോബിൻ കൊടുത്ത വാഗ്ദാനം? നമ്മുടെ കുണ്ടറ മണ്ഡലത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല, അതിനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ഞാനിവിടെ കൊണ്ടുവന്നിരിക്കും. ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല. ഓക്കെ, നല്ല കാര്യം. അതിനുള്ള എന്തെങ്കിലും പദ്ധതി ഞാനിവിടെ കൊണ്ടുവന്നിരിക്കും. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്ക് തന്നെ അറിയത്തില്ല എന്ത് പദ്ധതി കൊണ്ടുവരണമെന്ന്. സോ നിങ്ങളൊരു രാഷ്ട്രീയത്തിൽ ഒരു മത്സരിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ആദ്യമേ അതിനെ പറ്റിയുള്ള ധാരണ ഉണ്ടായിരിക്കണം. ആ പട്ടിണി മാറ്റാൻ എന്ത് അവിടെ കൊണ്ടുവരണം എന്നുള്ളത്. അവിടെ പാവപ്പെട്ടവർക്ക് ഫ്രീ ഫുഡ് കൊടുക്കണോ അങ്ങനെ പറയാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദ്ധതി പറഞ്ഞാൽ അത് പറയാം. അതിനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ഞാനിവിടെ കൊണ്ടുവന്നിരിക്കും. അല്ലാണ്ട് എന്തെങ്കിലും പദ്ധതി ഞാൻ കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇതുവരെ തോപ്പിച്ച് തരും. സോ മിസ്റ്റേക്ക് നമ്പർ 1, അനാലിസിസ്റ്റ് ബുദ്ധിയിൽ ഞാൻ കണ്ടുപിടിച്ച ഒരെണ്ണമാണ് അത്. അടുത്ത എന്താണ്? അടുത്ത വാഗ്ദാനം എന്താണ് നോക്കട്ടെ. കേരളത്തിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ NDA കാൻഡിഡേറ്റ് ആയിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ വിജയിച്ച റിസൾട്ട് വരുന്നതിന്റെ 90 ദിവസത്തിനുള്ളിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജീനെ കുണ്ട്ര മണ്ഡലത്തിൽ കൊണ്ടുവരും. കൊല്ലമല്ല, കുണ്ട്ര മണ്ഡലത്തിൽ ഞാൻ കൊണ്ടുവരും. സോ പുള്ളിയുടെ രണ്ടാമത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ മോഡിജിയെ കുണ്ടറയിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. എന്താ കുണ്ടറക്കാരെ, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? നിങ്ങൾക്ക് മോഡിജി നേരിട്ട് കാണണ്ടേ? ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആവശ്യമുള്ളത് കൊടുക്കൂ. പുള്ളിയുടെ ഉത്തരവാദിത്വം ഒരു പ്രൈം മിനിസ്റ്ററാണ്. പുള്ളി അത് കാണേണ്ട ആവശ്യം അത് പ്രൈം മിനിസ്റ്ററിൻ്റെ ആവശ്യമാണ്. നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ വന്ന് കണ്ടത് ജനങ്ങളുടെ ആവശ്യമല്ല പുള്ളിനെ കാണുക എന്നുള്ളത്. അത് ഒന്നാമത്തെ കാര്യം. കുണ്ട്ര മണ്ഡലത്തിന് ഞാൻ കൊണ്ടുവരും. എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് കൊടുക്കുന്നത്. ഗോൾഡൻ ചാൻസ് നിങ്ങൾ മിസ്സാക്കി. സോ സാഡ്. നോക്കുന്ന സമയത്ത് ബിഗ് ബോസിലൊക്കെ വലിയ മാർജിനിൽ വോട്ട് പോൾ ചെയ്ത് ജയിക്കുക. അപ്പോൾ അതേപോലെ ഒരു ട്വിസ്റ്റ് കുണ്ടറയിൽ ഇത്തവണ ഉണ്ടാവുമോ? ജയിച്ച് കയറുമോ അത് ഞെട്ടിച്ചുകൊണ്ട്? എഴുതി വെച്ചോ, ഒരു ട്വിസ്റ്റ് ഇവിടെ സംഭവിച്ചിരിക്കും. ബിഗ് ബോസ് താരം 1141 വോട്ടുമായിട്ട് 3-ാം സ്ഥാനം. ആ ചേട്ടൻ എഴുതി വെച്ചോ ആവോ? എല്ലാവർക്കും ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്, ഞാൻ 2025 ഓഗസ്റ്റ് 20 ഞാൻ എന്റെ കാറിൽ ഇരുന്ന് ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അന്നത്തെ ഗൂഗിൾ ടൈമിൽ. ആ വീഡിയോ ഞാൻ 2026 മെയ് 4 റിസൾട്ട് വന്നതിന് ശേഷം എന്റെ അക്കൗണ്ടിൽ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്ത വീഡിയോ ആയിരിക്കും. ജാതി ആത്മവിശ്വാസം. പുള്ളി 2025 വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. മെയ് 4 ജയിക്കുമ്പം അത് ഇടാൻ വേണ്ടി. ആ വീഡിയോ ഒന്ന് കാണാനിരിക്കും പ്ലീസ്. ആ വീഡിയോ ഒന്ന് അപേക്ഷ മാനിച്ച് അതൊന്ന് ഇറക്കണം പ്ലീസ്. ഇതിൽ ഞാൻ വലിയൊരു ഏട്ടനായിട്ടോ അല്ലെങ്കിൽ വലിയൊരു നന്മമരമായിട്ടോ ഒന്നും അല്ല നിൽക്കുന്നത്, മനസ്സിലായില്ലേ? പുറത്താങ്ങനാണ് ഇത് കാണിച്ചിരുന്നെങ്കിൽ ആഴ്ച മൂക്കാൻ വേണ്ട ഞാൻ കറക്കിയാണ്, മനസ്സിലായില്ലേ? തോക്കുവാണെങ്കിൽ വെറുതെ നമുക്ക് തോറ്റാൽ പോലെ എന്തിന് ഇതുപോലെ ഡയലോഗ് അടിച്ചിട്ട് വന്ന് തോക്കുന്നത്? ഈ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഡയലോഗ് അടിക്കുന്നു അതിൻ്റെ ഡബിളായിട്ട് നമ്മൾ തോറ്റ് കഴിയുമ്പോൾ തിരിച്ചു കിട്ടും. പുള്ളിക്ക് തെറ്റ് പറ്റിപ്പോയത് എവിടെയെന്ന് അറിയാമോ? പുള്ളിയുടെ കാൽക്കുലേഷനാണ് തെറ്റ് പറ്റിപ്പോയത്. കാരണം പുള്ളി ബിഗ് ബോസിൽ നോക്കുമ്പം 1-1.5 ലക്ഷം ആൾക്കാർ പുള്ളിക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി വിചാരിച്ച് ഈ വോട്ടെല്ലാം ഒരു സ്ഥലത്തു നിന്നായിരിക്കുമെന്ന്. കേരളം മൊത്തം അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം പടർന്ന് കിടക്കുന്ന നാട്ടിലെ മലയാളികളാണെന്ന് പുള്ളി അറിഞ്ഞില്ല. ഒരു നിയോജക മണ്ഡലത്തിലെ വോട്ടാന്ന് വിചാരിച്ച് ചിലപ്പം ഇലക്ഷൻ ഇറങ്ങിയതായിരിക്കും. പക്ഷെ കുറ്റം പറയാൻ പറ്റത്തില്ല. ശ്രീ നരേന്ദ്രമോദിജി കുണ്ട്രയുടെ മണ്ഡലത്തിന് കാലുമുട്ടിയിരിക്കും. ഒരു ചരിത്ര നിമിഷമായിരിക്കും. കാരണം ഒരിക്കലും ആരെക്കൊണ്ടും അത് പറ്റത്തില്ല. എന്താണെങ്കിലും പറഞ്ഞ സത്യമായി, ആരെക്കൊണ്ടും പറ്റത്തില്ല. കാരണം ജയിച്ചാലല്ലേ പുള്ളിയെ കൊണ്ടുവരത്തുള്ളൂ. സൂപ്പർ. എനിക്ക് ഈ കോൺഫിഡൻസും ഈ തൊലിക്കട്ടിയും ഉണ്ടെങ്കിൽ ഞാൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയാൽ. പക്ഷേ ഇത് സെക്കൻഡ് കോൺഫിഡൻസ് ആണ് ഞാൻ കണ്ടുള്ളത്. ഏറ്റവും കൂടുതൽ തൊലിക്കട്ടിയുള്ള ആൾ ഇനി വരാനിരിക്കുന്നതല്ല ഈ വീഡിയോയിൽ. ഓക്കെ, സോ അതാണ് നിങ്ങൾ നോക്കാനുള്ള കാരണം.
സോ ഗൈസ് നെക്സ്റ്റ് കാൻഡിഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പേ ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ കാലത്ത് ചെലവുകൾ കൂടുകയും ഇൻഫ്ലേഷൻ ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരാളുടെ ഇൻകം വെച്ച് മാത്രം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പലരും കൂടുതൽ വരുമാനം നേടാൻ സ്മാർട്ട് മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത്. സോ അവിടെയാണ് മാർക്കറ്റ് വോൾഫിന്റെ പ്രാധാന്യം. മാർക്കറ്റ് വോൾഫ് ഇന്ത്യയിൽ അതിവേഗം വളരുന്ന ഒരു സെബി രജിസ്റ്റേർഡ് ട്രേഡിംഗ് ആപ്പാണ്. സോ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മാർക്കറ്റ് ഉയർന്നാലും താഴ്ന്നാലും നമുക്ക് സമ്പാദിക്കാം. സോ ഇതിൻ്റെ അകത്ത് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. ലോഗിൻ ചെയ്ത ശേഷം ഫോളോ ട്രെൻഡ് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ട്രെൻഡുകൾ കാണിക്കും. നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ അത് ഫോളോ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിലും ഭയങ്കര ഈസിയാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ ട്രേഡിലെ പ്രോഫിറ്റ് 1476 രൂപയാണ്. സോ ഇതൊന്നും കൂടാണ്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഗൈഡൻസ് തരാൻ വേണ്ടി എക്സ്പെർട്ടുകളുണ്ട്. സോ നിങ്ങൾ ബ്ലൈൻഡ് ആയി ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കുറഞ്ഞ ഒന്നാണ് മാർക്കറ്റ് വോൾഫിനുള്ളത്. ഇപ്പം തന്നെ ഒരുപാട് ആളുകളാണ് ഇതിൽ നിന്ന് പ്രോഫിറ്റ് നേടിയിട്ടുള്ളത്. കൂടാതെ ഈ ആപ്പിന് ഇന്ത്യയിൽ 2 മില്യൺ ഡൗൺലോഡ്സും കഴിഞ്ഞു. സോ മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെറും 99 രൂപ എന്ന ലൈഫ് ടൈം ഫീസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. സോ നിങ്ങൾ സ്മാർട്ടായിട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മാർക്കറ്റ് വോൾഫ് ചെക്ക് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. വീഡിയോയിലേക്ക് പോവാം. നെക്സ്റ്റ് കാൻഡിഡേറ്റ് പെരുമ്പാവൂരിൽ 2020 സ്ഥാനാർത്ഥി നടി ലക്ഷ്മി പ്രിയയാണ്. പെരുമ്പാവൂരിലേക്ക് ഇനി എത്തുകയാണ് അല്ലേ? അതെ, 100% ആത്മവിശ്വാസമുണ്ട്. യെസ്, കോൺഫിഡൻസ്. I like it. This is what I want to see in a candidate. That's confidence in her eyes. കുറച്ച് നാളുകളായിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ, പിന്നെയും വിചാരിക്കും വേണോ വേണ്ടയോ എന്ന് വിചാരിക്കും. Yeah, well prepared, confident, well prepared and I can see it. എനിക്ക് അവരുടെ കണ്ണിൽ കാണാതെ ആ കോൺഫിഡൻസ് എന്നുള്ള തീരുമാനത്തിൽ എത്തുന്നതിന് ഒരുപാട് ചിന്തകളുടെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അതെ, അതാണ് വേണ്ടത്. ഇനി എന്താണ് സംഭവിച്ചത്? ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ലക്ഷ്മി പ്രിയയുടെ പേരില്ല. അങ്ങനെ ആവുമ്പോൾ മത്സരിക്കാൻ സാധിക്കുകയില്ല. മറ്റൊരാളെ പരിഗണിക്കണമോ പെരുമ്പാവൂരിലേക്ക് എന്നുള്ളതുമാണ് ഇപ്പോൾ 2020 ഏറ്റവും തിരക്കിട്ട ചർച്ചകളുള്ളത്. കുറച്ച് നാളായിട്ട് വിചാരിച്ച കൂട്ടത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പേരുണ്ടോ ഇല്ലയോ എന്നും കൂടി നോക്കാൻ കുറച്ച് സമയം എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ മത്സരിക്കാറുണ്ടല്ലോ. വാട്ട് ഈസ് ദിസ്? ഇതെന്താ എല്ലാവരും ഇങ്ങനെയാണോ ഇവിടുത്തെ? നെക്സ്റ്റ് കാൻഡിഡേറ്റ് ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. പൊളിച്ചു കാണുമ്പോൾ താമരയുടെ ഇതളുകൾ പോലെ ഇരിക്കുക. ഞാൻ ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്തു പറഞ്ഞാലും ഈ ചേച്ചി ഇലക്ഷൻ പ്രചാരണം ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. ചക്കയ്ക്ക് ഇത്ര ഹൈപ്പ് കൊടുത്തൊരു കാൻഡിഡേറ്റ് ഈ ലോകത്തുണ്ടാകത്തില്ല. കാരണം ഞാൻ വെറുതെ ഇരുന്ന് ചക്ക തിന്നുമ്പോൾ വരെ ഞാൻ ഇവരെ കുറിച്ച് ആലോചിക്കുന്നത്. കാരണം അമ്മാതിരി ഹൈപ്പാണ്. ചക്ക എൻ്റെ ഉള്ളം കയ്യിൽ വെച്ച് തന്നു. അതൊക്കെ പോട്ടെ, പുള്ളിക്കാരി ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങുമ്പോഴാണ് പുള്ളിക്കാരുടെ കഴിവുകൾ ചോദിക്കുന്നത്. എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് ചോദിച്ചു കഴിയുമ്പോൾ പുള്ളിക്കാരി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പത്തിൽ ലാലേട്ടന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വേറെ എന്തൊക്കെ കഴിവുകളുണ്ട്? പുലിമുരുകനിൽ ലാലേട്ടന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്? അതൊക്കെ ജയിപ്പിച്ചു കഴിഞ്ഞാലല്ലേ നമ്മൾ അറിയത്തുള്ളൂ ഒരു സ്ഥാനാർത്ഥിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് ഇല്ലെന്നൊക്കെ. വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കരുത്, ഓക്കെ? പക്ഷെ പുള്ളിക്കാരി ജയിക്കുന്നതിന് മുമ്പ് MLA ആണ്. ഞാൻ പറഞ്ഞല്ല, പുള്ളിക്കാരി എന്നെ പറഞ്ഞാണ്. പാർട്ടിക്കാരുടെ കൂടെ പോയിട്ടാണ് വരുന്നത്. അപ്പൊ അതിലൊരാള് വേഗം കഴിക്കട്ടെ, MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. MLA ഞങ്ങളുടെയൊക്കെ MLA ആണ്. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പം എലക്ഷന് തോറ്റെങ്കിലും മനസ്സുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ MLA ആണ്. അത് മതിയാടാ ഞങ്ങൾക്ക്, അത് മതി. അയ്യോ, ഞാൻ ഒന്ന് ചെറുതായിട്ട് അനലൈസ് ചെയ്ത് പറയാം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ പാർട്ടിയിലും നോക്കുമ്പം അവരുടെ അടിത്തട്ടിൽ നിന്ന് വർക്ക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അവിടുത്തെ ആൾക്കാർ. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കുറ്റം പറയുന്നില്ല, ഇവരുടെ ജോലി ഇതല്ല, ഇവർ സിനിമക്കാരാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണ്. ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് അവരുടെ ആ ക്ലൗട്ടിനെ പെട്ടെന്ന് വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യാൻ പറ്റുന്ന ഒരാളുള്ളൂ, വിജയാണ്. പക്ഷേ വിജയുടെ കാര്യം വേറെയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡമായിട്ട് കുറേ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവരെ വെച്ച് മത്സരത്തിൽ നിർത്തുക എന്നുള്ളൊരു പരിപാടിയാണ്. പക്ഷേ അത് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എല്ലാവർക്കും ചാൻസ് ഉണ്ട്. 5 വർഷം ഇനി ആ നാട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പരിഹരിച്ച് കൂടെ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് പവർ ഉള്ളപ്പോഴല്ല, പവർ ഇല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ആൾക്കാർ നോക്കുന്നത്. പവർ ഉള്ളപ്പോൾ ആർക്ക് എന്ത് വേണം ചെയ്യാൻ പറ്റും. പക്ഷേ പവർ ഇല്ലാത്തപ്പോൾ നിങ്ങൾക്ക് ആ നാട്ടുകാരുടെ കാര്യങ്ങളും ഇതൊക്കെ നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന് മേ ബി നിങ്ങൾ ജയിക്കും, ഓക്കെ? ശരിക്കും പറഞ്ഞാൽ ഇവരുടെ എല്ലാ കാൻഡിഡേറ്റ്സും ഇങ്ങനെ തന്നെയാണോ? അടുത്തൊരാളെ ഞാൻ കാണിച്ചത് ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ കണ്ടതാണ്. പറയൂ. സുൽത്താൻ ബത്തേരിയിലൊരു റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരുമോ? തീർച്ചയായും. റെയിൽവേ ആണെങ്കിൽ പിന്നെ റെയിൽവേ സ്റ്റേഷൻ വേണ്ടേ?
ആഞ്ജനേയ സ്വാമി. റെയിൽവേ ആണെങ്കിൽ പിന്നെ റെയിൽവേ സ്റ്റേഷൻ വേണ്ടേ? ഇതെല്ലാവരും എങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് പെടുന്നു ഈ ഒരു സ്ഥലത്ത്. സോ ഗൈസ്, ഇനി കാണിക്കാൻ പോകുന്ന ആളാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വെല്ലുവിളികൾ നടത്തിയത്, ഏറ്റവും വാഗ്ദാനങ്ങൾ നടത്തിയത്, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഏറി കയറിയത്. സോ അഖിൽ മാരാർ പുള്ളി എന്തൊക്കെയാണ് പറഞ്ഞത്? ലെറ്റ്സ് ചെക്ക് ഇറ്റ്. എനിക്ക് ഇതൊക്കെ കണ്ട് അനലൈസ് ചെയ്താലേ എനിക്ക് ഇവർക്ക് അടുത്ത ഇലക്ഷന് ജയിക്കാനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. എഴുതി വെച്ച് ബുക്ക് തീരാറായി. മറ്റേ പുള്ളിയും പറഞ്ഞ് എഴുതി വെച്ചോളാം കുറെ, ഇങ്ങേരും എഴുതി വെക്കണം, ഇയാൾക്കും കുറെ. എന്തുമാണ് ഇതിന് മാത്രം എഴുതാനുള്ളത് ഇവർക്ക്? അത്ര ആത്മവിശ്വാസമാണ്. ഞാൻ 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ബിഗ് ബോസിൽ എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണോ ഇത്തവണത്തെ കപ്പ് എനിക്കാണെന്ന് ഞാൻ ജൂനിയേഴ്സിനോട് പറഞ്ഞത്, അതേ വിളിക്കും കേട്ടോ. ഞാൻ വിളിക്കും 10 ദിവസം കഴിയുമ്പോൾ ഞാൻ പറയാം. അഖിലേട്ടാ ഇന്ന പോലെ എത്ര വോട്ട്. 10 ദിവസം കഴിഞ്ഞ് നീ വിളിച്ചോ, ഞാൻ കൊടുക്കത്തില്ല. ഓടാ വലിയ ഓടുന്നത്. ബിഗ് ബോസ് ഒരു നിയോജക മണ്ഡലമാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവരൊക്കെ ജയിച്ചേനെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ബിഗ് ബോസിൽ വോട്ട് ചെയ്തവരൊക്കെ ഈ നാട് മൊത്തം അങ്ങിങ്ങായി കിടക്കുന്ന ആൾക്കാരാണ്. അവരെല്ലാം കൂടി ഒരു മണ്ഡലത്തിൽ കൊണ്ടിട്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞാലും എനിക്കൊന്ന് ഈ അവസ്ഥയുടെ കാര്യം ജയിക്കില്ല നിങ്ങൾ. പക്ഷേ ബിഗ് ബോസ് അല്ല ജീവിതം എന്ന് മനസ്സിലാക്കാൻ ഒരു ഇലക്ഷനും കുറേ ഡയലോഗടിയും ഒരു തോൽവിയും വേണ്ടി വന്നു. സോ ഇറ്റ്സ് ഫൈൻ, ഷിറ്റ് ഹാപ്പൻസ്. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി അരുൺകുമാർ എന്താണ് പറയുക? സോ പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ പുള്ളി മുന്നിലാണെന്ന് പറയുന്ന വാർത്ത വായിക്കാൻ കാത്തിരിക്കുക എന്നാണ്. പുള്ളി എന്താണ് പറഞ്ഞത്? മുന്നിലാണെന്ന് തന്നെയാണ് പറഞ്ഞത്. അഖിൽ മാരാർ പിന്നിൽ നിന്നെണ്ണുമ്പോൾ 1-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അഖിൽ മാരാർ പിന്നിൽ നിന്നെണ്ണുമ്പോൾ 1-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഇതുപോലത്തെ ഒരു കൂട്ടാനുണ്ടായിരുന്നു. ഇവൻ മറ്റേ വഴിയിൽ കൂടി സാറുമാർ പോകുമ്പോൾ ഒരു കുഴപ്പമില്ല, വഴിയിൽ കൂടി സാറുമാർ പോകുമ്പോൾ ഇവനോട്ട് ഒന്ന് ഡയലോഗ് അടിക്കുമ്പോൾ അവർ ക്ലാസിൻ്റെ അകത്ത് കയറി തള്ളിയിട്ട് പോകും. എന്ത് കാര്യം ഇരിക്കുന്നത്? അവരവരുടെ പണി നോക്കി ജീവിക്കുമല്ലേ. മെയ് 4-ന് ശേഷം നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് മോദിജിയോട് പറയാം, പിടിച്ചോ മോദിജി, ഇതാ ഞങ്ങളുടെ ഇതാ തൃക്കാക്കര, ഇതാ പിടിച്ചോ മോദിജി. മെയ് 4-ന് അത് പുള്ളി മോഡിജിയോട് പറയാനിരുന്നതാണ്. എനിക്കറിയില്ലായിരുന്നു പുള്ളിക്ക് ഇത്രയും സ്നേഹവും ബഹുമാനവും ഒക്കെ മോഡിജിയോട് ഉണ്ടായിരുന്നെന്ന്. അൺഫോർച്ചുനേറ്റ്ലി അത് കൊടുക്കാൻ പറ്റിയില്ല പുള്ളിക്ക്. കുഴപ്പമില്ല, 5 വർഷം കഴിഞ്ഞുള്ള അടുത്ത ഇലക്ഷനിൽ അത് കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിയായി നിങ്ങൾക്ക് സാധിക്കട്ടെ. എന്ത് വീഡിയോയാ? പേര് കേട്ടാൽ അഭിമാനമൊക്കെ കൊള്ളും, പക്ഷെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലല്ല ഇന്ന് തീരുമാനമെടുത്തത് എന്നത് ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ എതിർത്താലും ഉള്ളിൽ തട്ടി അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും. ഏത് രീതിയിൽ ചിന്തിച്ചാലും നരേന്ദ്രമോദിയുടെ നെഞ്ചളവിനേക്കാളും കരുത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങൾക്ക്. ഇനിയും പാടി എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വന്തമായിട്ട് മത്സരിച്ചോളാം. ആദ്യം നമുക്കൊരു നിലപാട് വേണം. ഇന്ന പാർട്ടിയിലാണെന്ന് നട്ടല് വിളയ്ക്കാതെ പറയാൻ കഴിയണം. നട്ടല് വിളയ്ക്കാതെ അഭിമാനബോധത്തോടുകൂടി പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലുമില്ല. പേടിക്കണ്ട, ഇത് പുള്ളി പണ്ട് പറഞ്ഞതാണ്. ഇപ്പം മോഡിജിക്ക് തൃക്കാക്കര കൊടുക്കാതിരിക്കുവാണ്. ഇനി ചിലപ്പോൾ അടുത്ത തവണ കൊടുക്കത്തില്ലായിരിക്കും, അത് കഴിഞ്ഞ് ചിലപ്പം കൊടുക്കുമായിരിക്കും. ചിലപ്പം അത് കഴിഞ്ഞ് കൊടുക്കത്തില്ലായിരിക്കും. ഓർത്തിട്ട് തന്നെ ഭ്രാന്ത പഠിക്കുന്ന ചക്കയും മാങ്ങയും തേങ്ങയും. സോ ഗൈസ്, ഇലക്ഷൻ കഴിഞ്ഞു. ഈ വീക്കിലെ എയർ കേരള എപ്പിസോഡ് ഇവിടെ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ഇനി നമ്മൾ ലാഗ് അടിക്കത്തില്ല കേട്ടോ, ഉടനെ വരും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സോ നിങ്ങൾ സ്മാർട്ടായിട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മാർക്കറ്റ് ഗോൾഡ് ചെക്ക് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം.